ഞാനിപ്പോൾ ഉള്ളത് പാലക്കാടുള്ള ഒരു കുഞ്ഞു ഗ്രാമമായ രാമശ്ശേരിയിലാണ്. രാമശ്ശേരി എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം രാമശ്ശേരിയെ സ്പെഷ്യലാക്കുന്നത് രാമശ്ശേരിയിലുള്ള ഇഡ്ഡലി തന്നെയാണ്. അത് ശരിക്കും ഒരു ഇഡ്ഡലിയാണോ, എന്താണ് ഈ രാമശ്ശേരിയുടെ പ്രത്യേകത, ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒരുപാട് വർഷങ്ങളായിട്ട് രാമശ്ശേരി ഇഡ്ഡലി ഉണ്ടാക്കുന്ന ഒരുപാട് പേർക്ക് ആ ഒരു ടേസ്റ്റ് പകർന്നു കൊടുത്തിട്ടുള്ള ഒരാൾ കൂടിയാണ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത്. അപ്പോൾ നമുക്ക് ചേട്ടനെ പരിചയപ്പെടാം. ജീവാനന്ദൻ എന്നാണ് ചേട്ടൻ്റെ പേര്. അപ്പോൾ ശങ്കർ വിലാസ് എന്ന് പറഞ്ഞിട്ടൊരു രാമശ്ശേരി ഇഡ്ഡലി കടയുണ്ട് ചേട്ടന്. അപ്പോൾ ചേട്ടൻ നമ്മളോടൊപ്പം രാമശ്ശേരി ഇഡ്ഡലിയെക്കുറിച്ചുള്ള വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കും. ഇല്ലേ, റെഡി അല്ലേ? അപ്പോൾ ചേട്ടാ, എന്താണ് വിശേഷങ്ങൾ, എന്തൊക്കെയാണ്? സുഖമല്ലേ? വിശേഷം സുഖമാണ്. അപ്പൊ ഈ രാമശ്ശേരി ഇഡ്ഡലി, അതാണ് രാമശ്ശേരി എന്ന് കേൾക്കുമ്പോൾ നമുക്ക് വേറെ ഒന്നും ഓർമ്മ വരില്ല. ഇവിടെ മറ്റെന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് അതൊന്നും വേണ്ട. രാമശ്ശേരി ഇഡ്ഡലിയെ കുറിച്ചാണ് അറിയാനുള്ളത്. എത്ര വർഷമായി ചേട്ടൻ ഈ ഒരു രാമശ്ശേരി ഇഡ്ഡലി ഉണ്ടാക്കുന്നത്? എനിക്കിപ്പോ വയസ്സ് 55ആയി. ഞാൻ ചുരുങ്ങിയത് 2000 ഇവിടെ സ്റ്റാർട്ട് ചെയ്തതാണ്. ഇത് അച്ഛൻ്റെ കടയായിരുന്നു നേരത്തെ, പഴയ കടയായത്. ഇപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ 2000 മുതൽ ഇവിടെ ഈ ഷോപ്പിലുണ്ട്. എന്താണ് ഈ രാമശ്ശേരി ഇഡ്ഡലിയുടെ സ്പെഷ്യാലിറ്റി? എന്താണ് രാമശ്ശേരി ഇഡ്ഡലിയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഇത് ചെറിയ കുട്ടികൾക്ക് പോലും കഴിക്കാൻ കൊടുക്കാം. കാരണം ഇതിൽ കെമിക്കൽ ഐറ്റങ്ങളൊന്നുമില്ല. ഈസ്റ്റ്, സോഡ അങ്ങനെയുള്ള ഒരു ഇതും ഇതിനകത്തില്ല. ഇതിലാകെ ഉള്ളത് ഉലുവ, അരി, ഉഴുന്ന്, പിന്നെ പാകത്തിനുള്ള ഉപ്പ് മാത്രമാണ്. ഇതെങ്ങനെ? ഇതിപ്പോ ഞാൻ കേട്ടിട്ടുണ്ട് തമിഴ്നാട്ടിലുള്ള ഒരു ഡിഷാണ്. അവിടെ നിന്ന് മുതലിയാർ എന്ന് പറഞ്ഞിട്ടൊരു, അതിന്റെ ഒരു ഹിസ്റ്ററി എന്താ? അതിൻ്റെ ഹിസ്റ്ററി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തമിഴ്നാട് 1957 മുമ്പ് ഈ പാലക്കാട് തമിഴ്നാട്ടിൻ്റെ കൂടെയായിരുന്നു. ഇപ്പം 1957 ശേഷം പാലക്കാട് വന്നിട്ട് മറ്റേ കേരളം ഏറ്റെടുത്തിട്ട് കന്യാകുമാരി, തമിഴ്നാട് അങ്ങനെ മാറിയതാണ്. അങ്ങനെയാണ് ഞങ്ങൾ ഈ തമിഴ് ഇതിൽ വന്നത്. അതുകൊണ്ട് നമുക്ക് അതിലൊന്ന് രാമശ്ശേരി ഇഡ്ഡലി. പിന്നെ ഞങ്ങളുടെ വർക്ക് നേരത്തെ വന്നിട്ട് നെയ്ത്തായിരുന്നു, കൈത്തറിയ. അതിൻ്റെ ഇതാ പറമ്പാണ് ഈ കാണുന്നത്, ഈ പാവാടി പറമ്പാണ്. ഈ മുതലിയാർ സമുദായത്തിൻ്റെ തൊഴിൽ നേരത്തെ കൈത്തറിയ. ആ കൈത്തറിയിൽ നഷ്ടം വന്നപ്പോൾ ഇങ്ങനൊരു ഇത് രാമശ്ശേരി ഇഡ്ഡലി അത് പറഞ്ഞാൽ അത് നല്ല ഫേമസ് ആയി. ഇപ്പോൾ നല്ല ഇതാണ് ഇപ്പോൾ. പിന്നെ എനിക്കൊരു കൗതുകത്തിന്റെ പുറത്ത് ചോദിക്കാം, ആരായിരിക്കും ആദ്യം ഈ രാമശ്ശേരി ഇഡ്ഡലി ഉണ്ടാക്കിയത്? രാമശ്ശേരി ഇഡ്ഡലി ഉണ്ടാക്കിയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഏജിൽ അതിനെ കുറിച്ചൊന്നും അത്ര വലിയ ഇതില്ല. എന്നാലും പഴയ തലമുറ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ചിറ്റൂരി അമ്മ എന്ന് പറഞ്ഞൊരു സ്ത്രീയാണ് ഈ രാമശ്ശേരി ഇഡ്ഡലി കണ്ടുപിടിച്ചതെന്നുള്ളൊരു പഴയൊരു ഐതിഹ്യമുണ്ട്. അവരാണ് ഇത് കണ്ടുപിടിച്ചത് ആദ്യം. പിന്നെ അവിടെ നിന്ന് അങ്ങനെ ഞങ്ങൾ മൊത്തം ഇപ്പൊ എല്ലാ ഫാമിലിയും ഇപ്പൊ രാമശ്ശേരി ഇഡ്ഡലി ഉണ്ടാക്കുന്നുണ്ട് ഇവിടെ. ഇവിടെ ഇപ്പൊ എത്രത്തോളം ഫാമിലി ഉണ്ടാവും? ഇവിടെ ഇപ്പൊ 17-18 ഫാമിലി ഉണ്ട് ഇവിടെ രാമശ്ശേരിയിൽ ഇഡ്ഡലി. പിന്നെ ഷോപ്പ് വന്നിട്ട് 4 ഷോപ്പേ ഉള്ളൂ ജംഗ്ഷനിൽ. പിന്നെ ഈ ഫാമിലി വീടുകളുണ്ട്, അത് 10-17 ഫാമിലി ഉണ്ട് മൊത്തം. ഇത് പിന്നെ വേറൊരു കാര്യം കേട്ടിട്ടുണ്ട്, ഇപ്പൊ നമ്മള് പാലക്കാട് നിന്ന് മാത്രല്ല ഫോറിനേഴ്സ് വരെ രാമശ്ശേരി വരാറുണ്ട്. ഫോറിനേഴ്സ് നിറയെ വരാറുണ്ട് ഇവിടെ, പല രാജ്യങ്ങളിൽ വരുന്നുണ്ട്. ഇതിപ്പോൾ അതന്നെ ഞാൻ പറഞ്ഞത്, ഇത് നമ്മുടെ ഹിന്ദു വേൾഡ് ന്യൂസാണ്, പഴയ ന്യൂസ്. അത് ഹിന്ദു ന്യൂസിൽ വന്നതാണ്, വേൾഡ് ന്യൂസാണ് അതൊന്ന്. പിന്നെ ഇതിന് ഗൂഗിളിൽ, പിന്നെ ഇപ്പോൾ നമ്മൾ പുതിയത് വന്നിട്ട് ഇപ്പോൾ ചാനൽ ഇതിലെല്ലാം വരുന്നുണ്ടല്ലോ. വന്നപ്പോൾ എല്ലാ മൊത്തം പബ്ലിസിറ്റി ആയി രാമശ്ശേരി ഇഡ്ഡലി. വർഷങ്ങൾക്ക് മുന്നേ. ചേട്ടൻ പറഞ്ഞ ആ ഒരു ഫോട്ടോ ഇതാണ് അല്ലേ, ഹിന്ദു പത്രത്തിൽ അടിച്ചു വന്ന ഫോട്ടോയാണ്. ഇത് 2013 ജാനുവരി സൺഡേ സപ്ലിമെന്റിൽ വന്നിട്ടുള്ളതാണ്. ഓക്കെ. അപ്പോൾ ഇൻ സെർച്ച് ഓഫ് രാമശ്ശേരി ഇഡ്ഡലി എന്നാണ്, രാമശ്ശേരി ഇഡ്ഡലിയെ തേടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൈറ്റിലിൽ വന്നിട്ടുള്ളൊരു ന്യൂസ് ക്ലിപ്പാണ്. അത്രയും വർഷങ്ങൾക്ക് മുന്നേ വന്നിട്ടുള്ളൊരു ന്യൂസ് ക്ലിപ്പാണ്. അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ ശ്രദ്ധിച്ചതുണ്ടല്ലോ, ഇപ്പോൾ നമ്മൾ ഇവിടെ ഇപ്പോൾ ഉണ്ടാക്കുന്നത് അലുമിനിയം പാത്രത്തിലാണ് നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ അന്ന് നോക്കൂ, പിന്നെ മൺകുടങ്ങളും കാര്യങ്ങളും ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ വ്യത്യാസപ്പെട്ടിട്ടുണ്ടല്ലേ, വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. അതായത് വ്യത്യാസം പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ട് നമ്മൾ ഇപ്പൊ പുതിയതായിട്ട് ഗ്രൈൻഡർ വന്നു. പണ്ട് അങ്ങനെയല്ല, വിറകടുപ്പാണ്, പുളി വിറകിട്ട് കത്തിച്ചിട്ട് അടുപ്പിലാണ്. അതൊരു മാറ്റം വന്നു. ഇപ്പം അത് വന്നു ഗ്യാസായി. അതേപോലെ ഗ്രൈൻഡർ, പണ്ട് നമ്മൾ അരി അരച്ചെടുക്കുകയാണ് മറ്റേ കൈ കൊണ്ട്. ഇപ്പോൾ ഗ്രൈൻഡർ, അത് അങ്ങനെ എല്ലാം ഇപ്പോൾ മാറി ഇപ്പോൾ അത് മാറി. ഇപ്പോൾ മൺകലം ഇല്ല. അതെ, മൺകലം കിട്ടാറില്ല. അതുകൊണ്ട് അലുമിനിയം ഇപ്പോൾ യൂസ് ചെയ്യണം. അന്നത്തെ ഒരു ഓർമ്മ പങ്കുവയ്ക്കുക, എങ്ങനെയായിരുന്നു? അല്ല, അത് മൺകലത്തിൽ വരുന്നത് ഇപ്പോഴും ഉണ്ട്. മൺകലത്തിൽ വരുന്നത് അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്. അലുമിനിയത്തിന് വരുന്ന ടേസ്റ്റും മൺകലത്തിൽ ആവിയിൽ പുഴുങ്ങുന്ന ടേസ്റ്റും വേറെയാണ്. അത് കാണാം. ഇതിപ്പോൾ നമ്മൾ കലത്തിൽ വെള്ളം ചൂടാക്കിയെടുത്തു.
ഇത് കലത്തിലെ വെള്ളം ഇപ്പോൾ തിളച്ച് കിടക്കുകയാണ്. ഇതിൻ്റെ പുറത്ത് ഇതിന് മണ്ണിൻ്റെ റിങ്ങാണിത്. ഇത് നമ്മൾ നെറ്റ് കെട്ടി ഉണ്ടാക്കുക. ഇത് ആദ്യം ഇതിൻ്റെ പുറത്ത് ഫസ്റ്റ് സ്റ്റെപ്പാണ്. ഇതിന് നമ്മൾ ഈ തുണി വിരിക്കും. ഇപ്പോൾ നമ്മളിതിൻ്റെ പുറത്ത് തുണി വിരിച്ചു. ഇതിലാണ് നമ്മൾ മാവ് കോരി ഒഴിക്കുന്നത്. ഇത് ഒരു രാമശ്ശേരി ഇഡലി. അടുത്ത സ്റ്റെപ്പ് ഒരു സ്റ്റെപ്പ് വരും. നമ്മൾ മൺകലമാണ് വെച്ചാൽ നല്ല ലുക്കായിട്ടുണ്ടാവും അല്ലേ? അത് ഞാൻ നോക്കി വന്നിട്ട് പക്ഷെ കിട്ടിയില്ല. ഇത് അടുത്ത സ്റ്റെപ്പാണ്. ഇനി ഒരെണ്ണം കൂടി അറ്റൻ ടൈമിൽ 3 പീസ് വരും. ഇതിപ്പോൾ 3 ഇഡ്ഡലി ഇത് ഒഴിച്ചു. ഒരു പ്രാവശ്യം 3 ഇഡ്ഡലി ഒരു ഇതിൽ. ഈ തുണി ഇത് വെച്ചില്ലെങ്കിൽ ഈ മാവ് ഇതിലൊഴിച്ച് തുണിയിലൊഴിച്ചാലല്ലേ ഇത് കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ ഇത് താഴെ ഒഴുകി പോവല്ലോ മാവ്. അതിങ്ങനെ പ്രത്യേകതരം തുണി ഉപയോഗിക്കണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അല്ലല്ല, അത് കോട്ടൺ തന്നെ അതേ മതി. ഇതിപ്പോൾ നമ്മൾ ക്ലോസ് ചെയ്തു. ഒരു 2 മിനിറ്റ് കൊണ്ട് ഇത് രാമശ്ശേരി ഇഡ്ഡലി എടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഇലയാണ്. ഇതിൻ്റെ പ്ലാച്ചി ഇലയാണ് ഇവിടെ ഞങ്ങളിവിടെ പറയാറുള്ളത് പാലക്കാട്. ഈ ഇല ഉപയോഗിച്ചിട്ടാണ് ഇതപ്പോൾ എടുക്കുന്നത്. കാണിച്ചു തരാം. ഇപ്പോൾ രാമശ്ശേരി ഇഡ്ഡലി റെഡിയായി. നമ്മൾ അടുത്തത് പ്ലാച്ചി ഇല ഉപയോഗിച്ചിട്ടാണ് ഈ ഇഡ്ഡലി എടുക്കുന്നത്. എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ തുണി സ്പ്ലിറ്റ് ചെയ്ത് മാറ്റും. ഇത് രാമശ്ശേരി ഇഡ്ഡലി രാമശ്ശേരിയിൽ മാത്രമല്ല, ചെന്നൈയിൽ AR റഹ്മാൻ്റെ മോളുടെ കല്യാണത്തിൻ്റെ റിസപ്ഷൻ ഫംഗ്ഷനിൽ ഞാൻ പങ്കെടുത്തിട്ടായിരുന്നു. അവിടെയും നല്ല ഫേമസ് ആയിരുന്നു. അത് ഗുമ്മുടിപൂണ്ടി ചെന്നൈ സ്ഥലം ARR സ്റ്റുഡിയോ. അത് ഈ നയൻതാരേൻ്റെ കല്യാണം കഴിഞ്ഞതിൻ്റെ 2 ദിവസം കഴിഞ്ഞിട്ടാണ് അങ്ങനെയാണ് അവരുടെ ഡിന്നർ. അതിന് ഞാൻ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ചെന്നൈയിൽ. എങ്ങനെയുണ്ടായിരുന്നു? അല്ല, കുഴപ്പമില്ല. അവിടെയും നല്ല മൂവായിരുന്നു രാമശ്ശേരി ഇഡ്ഡലി. കുഴപ്പമൊന്നുമില്ല, നന്നായിരുന്നു. കല്യാണം പരിപാടികളൊന്നും നമുക്കറിയാം. രാമശ്ശേരി ഇഡ്ഡലി നല്ല മൂവായിരുന്നു. ഞാനും എൻ്റെ വൈഫും 2 പേരും പോയിട്ടുണ്ടായിരുന്നു. അതെ അതെ. AR റഹ്മാനെല്ലാം രാമശ്ശേരി ഇഡ്ഡലി കഴിച്ചിട്ടുണ്ട്. അങ്ങനെ വേറെ ഫേമസ് ആയിട്ടുള്ള ആർക്കെങ്കിലും ചേട്ടൻ ഇങ്ങനെ വിളമ്പി കൊടുത്തിട്ടുണ്ടോ? പിന്നെ അടുത്തത് 2022 വടകര ഫെസ്റ്റ് കോഴിക്കോട്. അവിടെയും നല്ല മൂവായിരുന്നു രാമശ്ശേരി ഇഡ്ഡലി. 7 ദിവസത്തെ പരിപാടിയാണ്. അത് ഈ PUCL അവരുടെ ഇതിലാണ് നടത്തിയത്. ഫുഡ് ഫെസ്റ്റാണ് വടകരയിൽ. അത് മാതൃഭൂമി ന്യൂസുണ്ട് കോഴിക്കോട് എഡിഷനിൽ. രാമശ്ശേരിയിൽ വന്ന് രാമശ്ശേരി ഇഡ്ഡലിയുടെ പ്രിപ്പറേഷൻസും കാര്യങ്ങളും ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഉണ്ടാക്കുന്ന ആ ഒരു ഫുൾ പ്രോസസ്സ് നമുക്കിപ്പോൾ അറിയാം. ഇനി നമ്മളിത് കഴിച്ച് നോക്കിയിട്ട് പറയാം എങ്ങനെയുണ്ട് രാമശ്ശേരി ഇഡ്ഡലി എന്നുള്ളത്. ചേട്ടൻ കൂടെ വന്നിട്ട് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് കഴിക്കാനായിട്ട് പോവാണ് രാമശ്ശേരി ഇഡ്ഡലി. വളരെ പെട്ടെന്ന് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു അല്ലേ രാമശ്ശേരി ഇഡ്ഡലി? സിമ്പിളാണ്, പെട്ടെന്ന് സമയം. നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ ഇത് ഉണ്ടാക്കിയിട്ട് എവിടെയെങ്കിലും പോവാം. ഇതിപ്പോ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഞാനിങ്ങനെ പിടിച്ചു നോക്കുമ്പോൾ സോഫ്റ്റ് ആയിട്ടുണ്ട്. പിന്നെ ഈ വട്ടം ഒക്കെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു പ്രത്യേക സ്മെല്ലുണ്ട് കേട്ടോ. രാമശ്ശേരി ഇഡ്ഡലിയുടെ സ്മെല്ലാണോ അത്? രാമശ്ശേരി ഇഡ്ഡലിയുടെ ഉലുവയുണ്ട്, ഉലുവ മിക്സ് ഉണ്ട്. ഉലുവയുടെ സ്മെല്ലാണ് അല്ലേ? അപ്പൊ ഞാനിപ്പോ ഇങ്ങോട്ടേക്ക് ഇഡ്ഡലി കഴിക്കാൻ പോവാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എന്റെ കുറച്ച് സുഹൃത്തുക്കള്, പേരൊന്നും പറയാനില്ല, പറഞ്ഞു പിന്നെ ഇഡ്ഡലി കഴിക്കണമെങ്കിൽ ഇവിടുന്ന് കഴിച്ചാൽ പോരെ, എന്തിനാ രാമശ്ശേരി വരെ പോയി ഇഡ്ഡലി കഴിക്കണേ, എല്ലാം സെയിം തന്നെയാണ്, എല്ലാം ഒരേ ടേസ്റ്റ് ആണ്, പിന്നെ ഇത് വട്ടത്തിൽ കുറച്ച് വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ പറയുന്നവരോട് എന്താ ചേട്ടന് പറയാനുള്ളത്? അങ്ങനെ പറയുന്നവരോട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ രാമശ്ശേരി ഇഡ്ഡലി ഒരു പ്രത്യേകതരം ഇഡ്ഡലി തന്നെയാണ്. അതിൻ്റെ ടേസ്റ്റും വേറെയാണ്, അല്ല എന്ന് നിഷേധിക്കാൻ പറ്റില്ല.
ഇത് നിങ്ങൾ റൗണ്ട് വട്ടവും മറ്റേ ഈ കളറും നോക്കിയിട്ട് ഇഡ്ഡലി ഇതല്ല, ഇതൊരു സ്പെഷ്യൽ ഇഡ്ഡലിയാണ് രാമശ്ശേരി ഇഡ്ഡലി. പിന്നെ ഇതിന് കൂടെ നമ്മൾക്ക് അടുത്തത് ഒരു ടൊമാറ്റോ ചട്നി, ഇത് ഒരു കോക്കനട്ട് ചട്നി. പിന്നെ ഇതിൽ വന്നിട്ട് നമ്മൾ ഈ പൗഡർ ചട്നി 13 തരം സാധനങ്ങൾ മിക്സിങ് അതിൽ. ആ അടിപൊളിയാണല്ലോ. എന്തൊക്കെയുള്ളത് ഇതിനകത്ത്? ഇത് 13 തരമാണ് ഇതിൽ. എല്ലാം ധാന്യങ്ങളാണ്. ധാന്യങ്ങൾ നമ്മൾ പയർ, അരി, ഇങ്ങനെ ധാന്യങ്ങൾ മൊത്തം ഇട്ടിട്ട് വറുത്ത് പൊടിക്കുന്നത്. ഇതാണ് രാമശ്ശേരി വറുത്ത് പൊടിക്കുന്നതാണത്. എന്നിട്ട് എണ്ണയും ചേർക്കും. മുളക് ഇട്ടിട്ടുണ്ട് ഇതിൽ. മുളകുണ്ട്, പെപ്പറുണ്ട്, ജീരകം. 13 ഐറ്റം. ഇതിൽ മൊത്തം ഐറ്റമാണ് 13 ഐറ്റം. ഇതിന്റെ ശരിക്കും കോമ്പിനേഷൻ രാമശ്ശേരി ഇഡ്ഡലിന്റെ കോമ്പിനേഷൻ രാമശ്ശേരി ഇഡ്ഡലിയും പൊടിയുമാണ്. ഇഡ്ഡലി പൊടി എന്ന് ഇഡ്ഡലി പൊടി അതാണ്. നവധാന്യങ്ങളുടെ ഒരു കൂട്ടല്ലേ. പിന്നെ നേരത്തെ പറഞ്ഞില്ലേ വറുത്തരച്ച കോഴിക്കറിയും. വറുത്തരച്ച ചിക്കൻ കറിയും മട്ടൻ ചാപ്സ്. ഇതിന് നോൺ വന്നിട്ട് അതെടുക്കാം. പിന്നെ വെജിറ്റേറിയൻ വന്നിട്ട് ഇതിപ്പോൾ ഒരു വെജിറ്റേറിയനായി. ഇതിൻ്റെ കൂടെ സാമ്പാർ. അതല്ലാതെ വെജിറ്റേറിയൻ വേറെ നമ്മുടെ ലൂസായിട്ട് ഇഷ്ടമുണ്ട്. വെജ് ഇഷ്ടു ഇതിന് കോമ്പിനേഷനാണ്. അപ്പോൾ അങ്ങനെയാണ്. ഇവിടെ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരാൾ വന്ന് രാമശ്ശേരി ഇഡ്ഡലി ഇപ്പോൾ 2 എണ്ണം കഴിക്കുമ്പോഴത്തേക്ക് എത്രയാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്? രാമശ്ശേരിയിൽ ചാർജ് ചെയ്യുന്നത് ഇപ്പോൾ ഒരു സെറ്റ് 15 രൂപയാണ്. 15 രൂപ ഒരു സെറ്റ് എന്ന് പറയുമ്പോൾ ഈ 2 പീസാണ് 15 രൂപയോടെ. പിന്നെ ചിലവർ 20 രൂപയും വാങ്ങിക്കും. ഒന്ന് കഴിച്ചു നോക്കിയാലോ? ഓക്കെ. ചേട്ടൻ കഴിക്കുന്നില്ലേ? കഴിക്കും. നിങ്ങളത് കഴിച്ചിട്ട് അതിന്റെ കൂട്ടിൽ എന്താണ് കൂട്ട് നിങ്ങൾ എനിക്ക് ഇങ്ങോട്ട് പറഞ്ഞ റെസിപ്പി. ഈ കൂട്ടിലാണോ? അല്ലേ? അതെ. എല്ലാം മൊത്തം റെസിപ്പി പറഞ്ഞതാണ്. ഇതിൽ സാധാരണ സവോള ഉണ്ട്, തക്കാളി ഉണ്ട്, എണ്ണ, മുളക് പൊടി, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇട്ടിട്ടുള്ള സാധാരണ നമ്മുടെ തക്കാളി ചട്നിയാണ്. ഓക്കെ. പിന്നെ ഇത് തേങ്ങ അരച്ച ചമ്മന്തി. നമ്മുടെ അവിടെയൊക്കെ അങ്ങനെ പറയും. ഇവിടെ അങ്ങനെയല്ലേ പറയാ? തേങ്ങ അരച്ച ചമ്മന്തി. ഇത് ഹായ് ചേച്ചി. പിന്നെ ഇതാണ് ഈ ഇഡ്ഡലി പൊടി എന്ന് പറഞ്ഞത്. രാമശ്ശേരി ഇഡ്ഡലി പൊടി. ഇതിലാണ് നമ്മൾ ഈ 13 കൂട്ട് ഇതിനകത്തുണ്ട്. ഈ ഇഡ്ഡലിയിൽ വന്നിട്ട് 4 കൂട്ടേ ഉള്ളൂ. രാമശ്ശേരി ഇഡ്ഡലിയിൽ 4 കൂട്ട്. അരിയും ഉഴുന്നും ഉലുവ ഉപ്പ്. അരി, ഉഴുന്ന്, ഉലുവ, ഉപ്പ്. അല്ലാതെ ഈസ്റ്റ്, മറ്റേ ഇത് ബേക്കിംഗ് സോഡ, ഇങ്ങനെയുള്ള ഐറ്റങ്ങൾ കെമിക്കലൊന്നുമില്ല ഇതിൽ. നമ്മൾ തലേ ദിവസം അരച്ച് വെക്കണം. ഇതിപ്പോൾ അരച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു 4 മണിക്കൂർ കൊണ്ട് നമുക്ക് സെറ്റ് ആവും. അല്ലാതെ രാത്രി ഇങ്ങനെ വെച്ച് പുളിപ്പിക്കാൻ പുളിപ്പിക്കാനൊന്നും വേണം. നമ്മൾ അരച്ച് മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ 4 മണിക്കൂർ. അതുകൊണ്ട് നമുക്ക് 4 മണിക്കൂർ കൊണ്ട്. നല്ല ചൂട് സമയമാണെന്ന് വെച്ചാൽ 2 മണിക്കൂർ ഉണ്ടാവും. മഴക്കാലത്ത് 4 മണിക്കൂർ വേണം. അങ്ങനെ വെച്ചിട്ട് നമുക്കിത് ഉണ്ടാക്കാം. ഇനി ഇഡ്ഡലി എന്ന് വിളിക്കാൻ പറ്റില്ല, ദോശ പോലെ ഇരിക്കുന്നുണ്ട്. മിനി ദോശ എന്ന് വിളിക്കാം. പിന്നെ ഇതിനകത്ത് കൂട്ടിലുള്ളത് പയറൊക്കെ അരച്ചിട്ടുണ്ട്. ഇനി ഒരു പഞ്ചസാര പോലത്തെ ഒരു തരിതരിപ്പുണ്ടല്ലോ. ആ തരിപ്പ് വേണം. തരിപ്പുണ്ടെങ്കിൽ നമ്മൾ ഈ പല്ലിൽ കടിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് വരും. ഇത് നൈസാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് വരില്ല. ലേശം തരി വേണം. ഒരു തരിപ്പ് ഇങ്ങനെ ഫീൽ ചെയ്യണം. ഈ പൊടിയിൽ എപ്പോഴും അതെ, അത് തരി ഉണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് വരാറുള്ളൂ. പിന്നെ രാമശ്ശേരി ഇഡ്ഡലി കഴിച്ചു വന്ന ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞു, അവിടെ ഇഡ്ഡലിയും കാര്യങ്ങളൊക്കെ സൂപ്പറാണ്, പക്ഷെ അതിന്റെ കൂടെ തരുന്ന ചട്നി എരിവാണ്. എരിവ് കാരണം നമുക്ക് കഴിക്കാൻ പറ്റില്ല എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ അതെന്താ അത്രയും എരിവ് ഇങ്ങനെ കൂടുതൽ? അത് ഓരോരുത്തരും അതുണ്ടാവും. ചിലവർക്ക് എരിവ് പറ്റില്ല, ചിലവർക്ക് നല്ല എരിവ് വേണം. നമ്മൾ ഈ കടകളിൽ കിട്ടൂലേ രാമശ്ശേരി ഇഡ്ഡലി കൂട്ട് എന്ന് പറഞ്ഞിട്ട്, ഇഡ്ഡലി പൊടി എന്ന് പറഞ്ഞിട്ട്? രാമശ്ശേരി ഇഡ്ഡലി പൊടി പറഞ്ഞാൽ ആരും കൊടുക്കാറില്ല. ഇഡ്ഡലി പൊടി കിട്ടുന്നുണ്ട്. അതിൽ വന്നിട്ട് മറ്റേ അരിയും മുളകും മാത്രം ഇട്ട് വറുത്തിട്ട് വെറുതെ ഉപ്പിട്ടിട്ട് വരിക. അത് ഇത്ര ടേസ്റ്റ് വരില്ല. ഇതിൽ വന്നിട്ട് ഇപ്പം ഇതിൻ്റെ റെസിപ്പി പറഞ്ഞുതരാം. നിങ്ങൾ അവിടെ പോയിട്ട് ഉണ്ടായിക്കോളും, കുഴപ്പമൊന്നുമില്ല. ഇതിൽ അരി, ചെറുപയർ, കറുത്ത ഉഴുന്ന്, എണ്ണിക്കോളൂ എത്ര ഐറ്റം ഉള്ളത്. അരി, ചെറുപയർ, കറുത്ത ഉഴുന്ന്, നെല്ല്, ഗോതമ്പ്, പിന്നെ നമ്മുടെ കടലപ്പരിപ്പ്, കറുവേപ്പില, കായപ്പൊടി, വറമുളക്, വറ്റൽമുളക്, പിന്നെ കുരുമുളക്, ജീരകം, ഉപ്പ്,
ഇത്രയാണ് 12 കൂട്ടം ഇതിനകത്തുള്ളത്. സാധനങ്ങളായി. വീഡിയോയിൽ റെക്കോർഡഡ് ആയതുകൊണ്ട് നമുക്ക് ഒന്നുകൂടെ നോക്കാം. ആദ്യം തൊട്ട് പറയാനൊന്നും പറയുന്നത് കേട്ടോ. ഇത്ര കൂട്ടുണ്ടായിരുന്നത് എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പക്ഷേ ഇത് ഇത്രയും കൂട്ട് ഇത് നമ്മൾ വറുത്ത് അതിൻ്റെ പാകത്തിൽ പക്വത്തിൽ വറുത്തെടുത്ത് പൊടിച്ചെടുക്കണം. ആ പൊടിച്ചെടുക്കുന്ന സമയത്ത് ഈ തരി വേണം. തരി ഉണ്ടെങ്കിലേ ഇതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. അല്ലാതെ നമ്മൾ ഗോതമ്പ് മാവ് പൊടിക്കും പോലെ പൊടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് വരത്തില്ല. ഈ സംഭവം കഴിക്കണമെങ്കിൽ നമ്മൾ ഇവിടെ തന്നെ വന്ന്, പ്രത്യേകിച്ച് ഇപ്പോൾ ജീവാനന്ദൻ ചേട്ടൻ്റെ അവിടെ വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടേസ്റ്റിൽ നമുക്ക് ഇഡ്ഡലി പൊടിയും ഇഡ്ഡലിക്കൂട്ടും ഒക്കെ നമുക്ക് കിട്ടും. എനിക്ക് ഇതാണ് ഇഷ്ടമായത് കേട്ടോ. ഇതിൻ്റെ കളർ ആദ്യം ഇത് കണ്ടപ്പോഴത്തേക്കും എനിക്ക് ഇതിൽ ഏറ്റവും ഫേവറേറ്റ് ഇതാണ് എൻ്റെ ഫേവറേറ്റ്, സാധാരണ കഴിക്കാറുള്ളത്. പക്ഷേ ഇത് ഞാനിങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കാണ് മനസ്സിലായത് ഇത് അടിപൊളിയായിട്ടുണ്ട്. ചേച്ചിയല്ലേ ഉണ്ടാക്കിയേ? അത് ചേച്ചി ഉണ്ടാക്കിയത്. ചേച്ചിക്ക് റെസിപ്പി ഒന്നും അറിയില്ല. ഉപ്പൊക്കെ മതിയോ ചോദിക്കാം. പാകാണ്, എല്ലാം പാകാണ്. ശരിക്കും നമ്മൾ സാധാരണ ഇഡ്ഡലി കഴിക്കുന്ന പോലെ അല്ല കേട്ടോ. രാമശ്ശേരി ഇഡ്ഡലിക്ക് രാമശ്ശേരി ഇഡ്ഡലിയുടേതായിട്ടുള്ള കുറേയധികം സ്പെഷ്യാലിറ്റികളുണ്ട്. അതിപ്പോൾ ഈ ഒരു ഇഡ്ഡലി പൊടി കൂട്ടി കഴിക്കുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ ഒരു ടേസ്റ്റും കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എനിക്ക് തോന്നുന്നു പിന്നെ രാമശ്ശേരിയിലാണ് നമ്മൾ വന്നിരിക്കുന്നത് എന്നുള്ളൊരു വൈബ് ഉണ്ടല്ലോ, ഒരു ഓറ ഉണ്ടല്ലോ നമുക്ക് ചുറ്റും. അതും കൂടെ ഈ ഒരു ടേസ്റ്റിലേക്ക് ആഡ് ചെയ്ത് വന്നതുകൊണ്ടായിരിക്കും ഇതിനൊരു ഇരട്ടി രുചി തോന്നുന്നത്. ചട്നി ആണെങ്കിലും ഈ 3 ചട്നികളും സൂപ്പറായിട്ടുണ്ട്. അതുപോലെ ഇതും അത്രയും സോഫ്റ്റും ഭയങ്കര രസമാണ് കഴിക്കാനായിട്ട്. വായിൽ വെച്ചാൽ ഇങ്ങനെ അലിഞ്ഞു പോകുന്ന ഒരു ടൈപ്പാണ്. അപ്പോൾ എനിക്കത് എത്രത്തോളം നിങ്ങളിലേക്ക് ആ ഒരു രുചി എത്തിക്കാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷേ ഞാൻ ഹാപ്പിയാണ്. രാമശ്ശേരി ഇഡ്ഡലി കഴിക്കണമെങ്കിൽ ഇവിടെ തന്നെ വരണം, രാമശ്ശേരിയിൽ തന്നെ വരണം. ഇവിടെ വന്ന് കഴിച്ചിട്ട് പറയണം. അപ്പോൾ സൈനിങ് ഓഫ്, ബൈ ബൈ.